പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മുഖ്യമന്ത്രി തന്നെ മുന്നോട്ട് വെച്ച നിർദ്ദേശമാണ് സർക്കാർ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത്. സെക്രട്ടറി തലത്തിൽ നടത്തിയ ചർച്ചകൾക്ക് ശേഷം ഇക്കഴിഞ്ഞ മദ്യനയത്തിൽ IT പാർലറുകളിൽ മദ്യശാലകൾക്കുള്ള ചട്ടഭേദഗതിക്ക് ശുപാർശ ചെയ്തു. പിന്നീട് ഇത് നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുകയുമായിരുന്നു. മദ്യശാലകളുടെ നടത്തിപ്പവകാശം സംബന്ധിച്ച കാര്യത്തിലാണ് നിലവിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നത്. നടത്തിപ്പവകാശം IT കമ്പനികൾക്ക് തന്നെ ആയിരിക്കുമെന്നുള്ളതാണ് സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ മദ്യവിതരണം നടത്തിയോ മദ്യശാലകൾ നടത്തിയോ IT കമ്പനികൾക്ക് പരിചയമില്ലാത്ത സാഹചര്യത്തിൽ പ്രൊമോട്ടറായി IT കമ്പനികൾ സ്വകാര്യ ഏജൻസികളെയോ സ്വകാര്യ ബാറുകൾ നടത്തി പരിചയമുള്ളവരെയോ ചുമതല ഏൽപ്പിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. സബ്ജക്ട് കമ്മിറ്റി നിർദ്ദേശാനുസരണം സർക്കാർ വ്യക്തമാക്കിയിരുന്നത് ഇങ്ങനെയാണ്: ഒന്നുകിൽ പ്രൊമോട്ടർക്ക് ബാറുകൾ നേരിട്ട് നടത്താം, അല്ലെങ്കിൽ പ്രൊമോട്ടർ നിർദ്ദേശിക്കുന്ന ആളിനും നടത്തിപ്പവകാശം നൽകാം. എന്നാൽ ഇതിന്റെ എല്ലാം പൂർണ്ണ ഉത്തരവാദിത്വം IT കമ്പനികൾക്ക് തന്നെ ആയിരിക്കുമെന്നുള്ളതാണ്. ഓരോ ക്യാമ്പസുകൾക്കും എത്ര മദ്യശാല വരെ ആകാമെന്നുള്ളതിലും വ്യക്തത വരാനുണ്ട്. നിലവിലെടുത്തിരിക്കുന്ന തീരുമാനപ്രകാരം ഒരു IT കമ്പനിയിൽ ഒരു മദ്യശാലയ്ക്കാണ് സാധ്യത. ഉദാഹരണത്തിന് എയർപോർട്ടുകളിൽ മദ്യം വിൽക്കുന്നത് എയർപോർട്ട് അതോറിറ്റി നേരിട്ടല്ല, മറിച്ച് മറ്റൊരു ഏജൻസിയോ അല്ലെങ്കിൽ വേറൊരു കമ്പനിയോ ആണ് ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്. പക്ഷേ പൂർണ്ണ ഉത്തരവാദിത്വം എയർപോർട്ട് അതോറിറ്റിക്ക് തന്നെ. അതേ മാതൃകയിൽ തന്നെ IT പാർലറുകളിലെ മദ്യവ്യവസായം വന്നേക്കും. അതേസമയം ലഭിക്കുന്ന വിവരപ്രകാരം IT പാർലറുകളുടെ നടത്തിപ്പവകാശം സ്വകാര്യ ബാറുകൾക്ക് തന്നെ ഉണ്ടാകാനാണ് സാധ്യത. മദ്യവിൽപ്പന നടത്തിയും പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്തുമൊക്കെ പരിചയസമ്പത്തുള്ളത് ഇവർക്കായതിനാൽ ഇതിനുള്ള സാഹചര്യമാണ് വഴിയൊരുങ്ങുന്നത്. കൂടാതെ IT പാർക്കുകൾക്കുള്ളിൽ ബാറുകൾ വന്നാൽ സ്വകാര്യ ബാറുകളിലെ മദ്യക്കച്ചവടം കുറയാനും സാധ്യതയുണ്ട്. ഇതിനുകൂടി തടയിടാൻ വേണ്ടിയാണ് പുതിയ തീരുമാനം. അതിനിടെ സർക്കാർ നിർദ്ദേശം വന്നപ്പോൾ തന്നെ പ്രതിപക്ഷം ശക്തമായി ഇതിനെ എതിർത്തിരുന്നു. ഓരോ IT കമ്പനിയിലും വ്യത്യസ്ത രീതിയിലുള്ള ചെറു കമ്പനികളും റെസ്റ്റോറന്റുകളും ഉണ്ട് എന്നുള്ളതാണ്. ഭാവിയിൽ ഓരോരുത്തരും സർക്കാരിനെ ഇത്തരത്തിൽ സമീപിച്ചാൽ ഇവർക്കൊക്കെയും ബാർ ലൈസൻസ് നൽകേണ്ടി വരും. പ്രൊഫഷണൽസുകളുടെ ജീവിതം തകർക്കുന്ന നടപടിയാണ് സർക്കാർ കൈക്കൊള്ളുന്നതെന്നും പ്രതിപക്ഷം വിമർശിക്കുന്നു. സബ്ജക്ട് കമ്മിറ്റി മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശവും ഇക്കാര്യത്തിൽ ചർച്ച ചെയ്തിരുന്നു. സാധാരണഗതിയിൽ സ്വകാര്യ ബാറുകളുടെ പ്രവർത്തന സമയം രാവിലെ 11 മുതൽ രാത്രി 11 വരെയാണ്. എന്നാൽ IT കമ്പനികളിൽ വ്യത്യസ്ത ഷിഫ്റ്റുകളിൽ പകലും രാത്രിയും ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ഇവർക്കായി സമയക്രമീകരണത്തിൽ മാറ്റം വേണോ എന്നതിലും സർക്കാർ ചർച്ച നടന്നു. എന്നാൽ നിയമപ്രശ്നം വരുമെന്നുള്ളതിനാൽ IT പാർക്കുകളിലെ മദ്യശാലകളും നിലവിൽ രാവിലെ 11 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കാൻ തന്നെയാണ് തീരുമാനം. ലൈസൻസ് ഫീസായി 20 ലക്ഷം നൽകേണ്ടി വരും. IT പാർക്കുകൾക്ക് FL4C ലൈസൻസും ഇതിന്റെ ഭാഗമായി നൽകും. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അവസാനിക്കുന്ന ജൂൺ 6 തീരുമാനം വിജ്ഞാപനമായി പുറത്തിറക്കാനാണ് സർക്കാർ ആലോചന. മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം.